ഈ സഹകരണം ഒന്നെങ്കിൽ ഇത് ബിസിനസ് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ രാഷ്ട്രീയം ചെയ്യണം. ഇത് രണ്ടും കൂടി ചെയ്യാൻ തുടങ്ങിയാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു 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 ഭാഗത്തേക്ക് മാത്രമായിട്ട് പറയുന്നതല്ല, ഞാൻ മൊത്തമായിട്ട് പറയുന്നത് തന്നെയാണ്. ശ്രീ ബൽദേവ് സച്ചിദാനന്ദൻ ഇത്രയധികം പൊളിറ്റിക്കൽ ഹോണസ്റ്റി കാണിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ അതിനോട് അപ്രീഷിയേറ്റ് ചെയ്ത് മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുള്ളൂ. അതിനോട് ചേർന്നാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്നെങ്കിൽ ബിസിനസ് ചെയ്യണം, അല്ലെങ്കിൽ പൊളിറ്റിക്സ് ചെയ്യണം. ഇതിനകത്ത് ഈ സർവ്വസാധനങ്ങളെയും പൊളിറ്റിസൈസ് ചെയ്യുന്നത് അൺഫോർച്ചുനേറ്റ്ലി CPM-ൻ്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകുന്നതെന്നുള്ള കാര്യം കേരളത്തിലെല്ലാവർക്കും, രാഷ്ട്രീയം അറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ നേരത്തെ ശ്രീ സേനാപതി വേണു പറഞ്ഞതുപോലെ തന്നെ ആരെങ്കിലുമൊക്കെ ഭരിക്കുന്ന ബാങ്കുകളുണ്ടെന്നുണ്ടെങ്കിൽ അത് പിടിച്ചെടുക്കുവാൻ വേണ്ടിയിട്ട് പരമാവധി ഏത് വഴി ഉപയോഗിക്കുക, എന്ത് കുതന്ത്രം ഉപയോഗിക്കുക, അതിനുശേഷം അതിനെ പിടിച്ചെടുത്തതിന് ശേഷം അവിടെ ലോൺ കൊടുക്കുക, ജോലി കൊടുക്കുക. CPM-ൻ്റെ അണികളുടെ ഒരു ഈ പറയുന്ന വരുമാന സ്രോതസ്സായിട്ട് ഈ പറയുന്ന സഹകരണ മേഖലകളിലെ സഹകരണ ബാങ്കുകളിലെ ജോലി മാറിയിട്ടുണ്ട്. ഇപ്പോൾ എനിക്കറിയാവുന്ന പല കേസുകളുണ്ട്. അതായത് ഈ ആരെങ്കിലും രാഷ്ട്രീയം മാറി വരാൻ തയ്യാറായി കഴിഞ്ഞാൽ, പലരും ഇപ്പോൾ ഏതെങ്കിലും ഒരു മേഖലയിൽ ഏതെങ്കിലും ഒരു പ്രാദേശിക നേതാവ്, കോൺഗ്രസ് ആവട്ടെ, BJP ആവട്ടെ, മറ്റേതെങ്കിലും പാർട്ടി ആവട്ടെ, പിണങ്ങി നിൽക്കുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ CPM-മാർ വീട്ടിൽ പോകുന്നു. എന്നിട്ട് പറയുന്നത് എന്താണ്? നിങ്ങളുടെ ഭാര്യയ്ക്ക് ഈ സഹകരണ ബാങ്കിൽ ജോലി തരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സഹകരണ ബാങ്കിൽ ജോലി തരാം. CPM-ൻ്റെ പല പ്രാദേശിക നേതാക്കളെ എടുത്തു കഴിഞ്ഞാൽ ഫുൾ ടൈം രാഷ്ട്രീയ പ്രവർത്തനമാണ് അവരെ നടത്തുന്നത്. എന്താണ് പണി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ പല സഹകരണ ബാങ്കുകളിലെയും ജോലി എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതിനുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലാക്കിയിട്ട് ഈ പറയുന്ന സഹകരണ ബാങ്കുകളെ മാറ്റുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ഒന്നുകിൽ നിങ്ങളവിടെ ബിസിനസ് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്ത് രാഷ്ട്രീയം ചെയ്യണം. അപ്പോൾ രാഷ്ട്രീയം ചെയ്യാൻ വേണ്ടി മാത്രം ഈ പറയുന്ന ബിസിനസ് സ്ഥാപനം നടത്തിക്കൊണ്ടു പോകുന്ന സമയത്ത് വാങ്ങി അവിടെ നിക്ഷേപമായിട്ട് ഇടുന്ന പൈസയുടെ മേൽ ഒരു ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വത്തിനെ അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ മെയിൻറ്റെയിൻ ചെയ്യുവാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക്, ഈ ബാങ്ക് നടത്തുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് സാധിക്കില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു, ശ്രീ ബൽദേവ് സച്ചിദാനന്ദൻ പറഞ്ഞു തന്നെയാണ്, LDF ഭരിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് UDF-ൻ്റെ ബാങ്കുകളിൽ ഓഡിറ്റിംഗ് കൃത്യമായിട്ട് നടത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. നോക്കൂ, ഇവിടുത്തെ ഓഡിറ്റർമാർക്ക് ജീവന് കൊതി ഉണ്ടാവില്ലേ? ഓഡിറ്റർമാർ പോയിട്ട് LDF-ൻ്റെ ബാങ്കുകൾ, LDF ഭരിക്കുന്ന ബാങ്കുകളിലെ ക്രമക്കേടുകളിൽ ഈ പറയുന്ന ഓഡിറ്റിംഗ് പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ, ക്രമക്കേടുകൾ ചൂണ്ടിക്കാണിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യം ഈ സാമം ദാനം ഭേദം ദണ്ഡം എന്ന് പറയുന്ന സ്ട്രാറ്റജി തന്നെയാണ് CPM-ൻ്റെ ഏരിയ സെക്രട്ടറി മുതലുള്ള ആൾക്കാർ അവിടെ എടുത്ത് ഉപയോഗിക്കുന്നത്. പറഞ്ഞു നോക്കും, ഭീഷണിപ്പെടുത്തി നോക്കും, ഇങ്ങനെ പലതരത്തിലേക്ക് അവരുടെ ഒരു ഇത് വരികയാണ്. അവർക്കറിയാം ഈ പറയുന്ന സംവിധാനത്തിനെതിരെ ഫൈറ്റ് നിൽക്കാനുള്ള ശേഷിയൊന്നും തങ്ങൾക്കില്ല. വീട്ടിൽ കുട്ടിയും കുടുംബമൊക്കെ ഉണ്ട്, വീട്ടിൽ പോയി പിള്ളേരെ കാണണം, ഭാര്യയെ കാണണം, വീട്ടിൽ പ്രായമായ അച്ഛനും അമ്മയൊക്കെ ഉണ്ടാകും. പറയുന്ന ഓഡിറ്റർമാർക്കും ജീവന് ഭീഷണിയാണില്ല. എല്ലാവർക്കും ഇപ്പോൾ നവീൻ ബാബുവിനെ പോലെ ആത്മഹത്യ ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരവിടെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ഒരിടത്ത് കോംപ്രമൈസ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ എതിരാളിയുടെ സ്ഥലത്തും പോയിട്ട് അവർക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടെന്ന് സാഹചര്യം ഉണ്ടാവുകയാണ്. അപ്പോൾ ഈ അവസ്ഥയിലേക്ക് കാര്യത്തിനെ കൊണ്ട് എത്തിക്കുന്നത് ആരാണ്? അത് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനങ്ങൾ തന്നെയാണ്. ഇനി മൂന്നാമത്തെ ഒരു കാര്യമുണ്ട്. മൂന്നാമത്തെ ഒരു കാര്യം വെച്ചാൽ, കഴിഞ്ഞ ദിവസം, ഞാൻ വെറുതെ പറയുന്നതല്ല, എന്നെ ഒരാൾ വിളിച്ചിരുന്നു. ഒരു 10-ാം തീയതി 15-ാം തീയതി സമയത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു 23-ാം തീയതി അദ്ദേഹത്തിൻ്റെ വീട് ജപ്തി ചെയ്യും എന്നുള്ളൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. അതിൻ്റെ കാരണം എന്താണ്? അത് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഒരാൾ പോയിട്ട് പറഞ്ഞു കൊടുത്തു. CPM-ൻ്റെ ബാങ്കായിരുന്നു അദ്ദേഹം ലോൺ എടുത്തിരുന്നത്. കൂടെയുള്ള ഒരാളെ പോയിട്ട് പറഞ്ഞു കൊടുത്തു, ഞാൻ BJP-യുടെ മെമ്പർഷിപ്പ് മറ്റേ മിസ് കോൾ വഴി എടുത്തു എന്നുള്ള കാര്യം. അപ്പോൾ അതിൻ്റെ പേരിൽ അത് കുറച്ച് സമയം കൂടെ അദ്ദേഹത്തിന് കിട്ടിപ്പോയി. അത് 1 മാസം മാത്രം എന്തുകൊണ്ട് സമയം ചോദിക്കുന്നത്? കൂട്ടി കൊടുക്കാൻ തയ്യാറാവുന്നില്ല. പറയുന്നത് എന്താണ് അയാൾ BJP-യുടെ മെമ്പർഷിപ്പ് എടുത്തു എന്നുള്ളതാണ് പറയുന്നത്. നമുക്കത് ചിരിച്ചുകൊണ്ട് പറയേണ്ട ഒരു വിഷയമല്ല. പക്ഷേ രാഷ്ട്രീയമായിട്ട് ഇത്തരം കാര്യങ്ങൾ എടുത്ത് ഉപയോഗിക്കുന്ന സമയത്ത് മറുഭാഗത്ത് അവരുടേതായിട്ടുള്ള ആൾക്കാർക്ക്, അതിപ്പോൾ ഏത് പാർട്ടിയായിരുന്നാലും ശരിയാണ്, ഇത്രയധികം റിലാക്സേഷൻ ഒരു ഭാഗത്ത് കൊടുക്കുകയും മറുഭാഗത്ത് ഒരു രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കണം. ഇപ്പം ഈ ആശ എന്ന് പറയുന്ന പെൺകുട്ടി ആലപ്പുഴയിൽ ആത്മഹത്യ ചെയ്ത ആ കുട്ടി CPM-ൻ്റെ ഒരു ആക്റ്റീവ് പ്രവർത്തകയായിരുന്നു എന്നുണ്ടെങ്കിൽ ഇത് ആത്മഹത്യ ചെയ്യേണ്ടി വരില്ലായിരുന്നു. അത് വസ്തുതയല്ലേ? ആ പെൺകുട്ടിയുടെ കുടുംബമോ ആക്റ്റീവായിട്ടൊരു CPM പ്രവർത്തകയായിട്ടുള്ള ഫാമിലിയോ ആയിരുന്നു എന്നുണ്ടെങ്കിൽ അവർക്കൊരു കാരണവശാലും ആത്മഹത്യ ചെയ്യേണ്ടി വരില്ലായിരുന്നു. അവരെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ 3 വണ്ടി ആൾക്കാരെ ഈ പറയുന്ന സഹകരണ ബാങ്കിൽ നിന്ന് വിടുന്ന സാഹചര്യം ഉണ്ടാവുമായിരുന്നോ? ഒരിക്കലും ഉണ്ടാവില്ലായിരുന്നു. അത് മാത്രമല്ല, വേണമെന്നുണ്ടെങ്കിൽ അതിന് വേറെ എന്തെങ്കിലും തരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് പോലും അവർക്ക് തയ്യാറാക്കാൻ പറ്റുന്ന തലത്തിലേക്ക് അവരവരുടെ നിയമങ്ങളെ മാറ്റിമറിച്ച് എഴുതിയേനെയായിരുന്നു. അവർ ഒന്നുകിൽ രാഷ്ട്രീയം ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ബിസിനസ് സ്ഥാപനമാണ് തുടങ്ങിയിരിക്കുന്നതെന്നുണ്ടെങ്കിൽ
അതിനകത്ത് ബിസിനസ് ചെയ്യുക. നിങ്ങൾ സ്വന്തം കയ്യിലെ പൈസ എടുത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടല്ല ബിസിനസ് നടത്തുന്നത്, നാട്ടുകാരുടെ പൈസ എടുത്തിട്ടാണ് അവിടെ വെച്ച് നമ്മൾ ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും നമുക്ക് അതിനോടൊരു ഉത്തരവാദിത്വം ഉണ്ടാവണം. ഈ പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടികളുടെ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഫേസ് ആയിട്ട് ആ പ്രദേശത്ത് നിൽക്കുന്നവരുടെ ക്രെഡിബിലിറ്റിയുടെ ബലത്തിലാണ് ആൾക്കാർ കൊണ്ടുവന്ന് പൈസ ഇടുന്നത്. ഈ 1%, 1.5% പലിശ അധികം മോഹിച്ചിട്ട് മാത്രമല്ല, അതെ നമ്മുടെ നാട്ടിലെ ഇന്ന ആൾക്കാരൊക്കെയാണ് അതിൻ്റെ മുൻപിൽ നിൽക്കുന്നത്, അവരൊക്കെ വളരെ വിശ്വാസ്യതയുള്ള ആൾക്കാരാണ്, ഇത്രയും കാലങ്ങളായിട്ട് പൊതുപ്രവർത്തനം നടത്തി വരുന്ന ആൾക്കാരാണ് എന്നുള്ള വിശ്വാസ്യതയുടെ പുറത്താണ്, ഈ രാഷ്ട്രീയ പാർട്ടികളോടുള്ള വിശ്വാസത്തിൻ്റെ പുറത്തു കൂടിയാണ് ആൾക്കാർ കൊണ്ടുപോയിട്ട് അതിനകത്ത് പൈസ ഇടുന്നത്. അപ്പോൾ ആ വിശ്വാസ്യത എന്നുള്ളതിനെ കുറച്ച് കാലം കഴിയുമ്പോഴേക്കും അതിൻ്റെ പുറത്ത് സ്വാധീനത്തിൻ്റെ പുറത്ത് ഗുണ്ടായിസം ഈ തലത്തിലേക്ക് മാറ്റുന്നത് ദൗർഭാഗ്യവശാൽ ശ്രീ ബൽദേവ് സച്ചിദാനന്ദന് വിഷമം ഉണ്ടാകുമെന്നറിയാം, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. CPM-ൻ്റെ ഭാഗത്തു നിന്നാണ് ഇത്തരം ഗുണ്ടായിസം നടപടികളിലേക്കൊക്കെ അത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ബാങ്കുകളൊക്കെ പൊളിയും. അതിപ്പോൾ ഇവിടെ ലണ്ടനിലും അമേരിക്കയിലും വരെ ബാങ്കുകൾ പൊളിഞ്ഞിട്ടുണ്ടല്ലോ. കേരളത്തിലൊരു സഹകരണ ബാങ്ക് പൊളിയുന്നത് ലോകത്തിലെ ആദ്യത്തെ സംഭവമൊന്നുമല്ല, അവിടം വരെ പൊളിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്നത് പോലെ പൈസ അത് കെടുകാര്യസ്ഥത മൂലം പൊളിയുന്നത് നമുക്ക് മനസ്സിലാവും. പല ബിസിനസ് സ്ഥാപനങ്ങളും പൊളിയുന്നത് പോലെ പൊളിയും എന്നുള്ളത്. പക്ഷേ ഈ തലത്തിൽ എന്താണ് ഓർഗനൈസ്ഡ് ലൂട്ട് ഈ സ്ഥാപനങ്ങൾ വഴി നടത്തി ഇത് പൊളിക്കുക എന്ന് പറയുന്നത് ഭരണത്തിൻ്റെ തണലിലാണ്, അധികാരത്തിൻ്റെ തണലിലാണ്, അതിൻ്റെ അഹന്തയുടെ തണലിലാണ് അത് ചെയ്യുന്നത്. അത് കേരളത്തിൽ വെച്ച് പൊറിപ്പിക്കാൻ പറ്റില്ല.